Welcome to IEDC Podcast Episode 2 to get to know the journey of our Exicom members. So, നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് ലീഡായിട്ടുള്ള നിഹാലാണ്. ഹായ്, വെൽക്കം ടു എപ്പിസോഡ്. സോ നിഹാൽ, ഹൗ വാസ് യുവർ ജേർണി ടു IEDC? ഒരു ഡീറ്റെയിൽ സ്റ്റോറി. ജേണി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറിയതാണ് IEDCയിൽ. ഞാൻ ഫസ്റ്റ് ഇയറിൽ കണ്ടു വരുമ്പോൾ IEDC കുറച്ചൊന്നും അറിയാം. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ജോയിൻ ചെയ്തിന്. അപ്പോൾ IEDC ക്ലബ്ബ് കുറച്ചൊന്നും അറിയില്ല. പിന്നെ സെക്കൻഡ് ഇയറിൽ ദിൽഷാദിൻ്റെ ക്ലാസ്സിലാണ് പോയാണ് IEDC കുറച്ച് അറിയണത്. അപ്പോൾ എനിക്ക് അന്ന് കയറാൻ ചെറിയ താല്പര്യം ഉണ്ടായിനി. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ക്ലാസ് ഇരിക്കുക ഞാൻ. അങ്ങനെ പിന്നെ തേർഡ് സെമ്മിൽ എനിക്ക് ഒരു കാരണവശാൽ കോളേജ് വരാൻ പറ്റാണ്ടായി. എന്താണ് കാരണവശാൽ? ചെറിയൊരു സസ്പെൻഷൻ. അങ്ങനെ തേർഡ് സെം അങ്ങനെ പോയി. ഫോർത്ത് സെമ്മിൽ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുകയും ആകെ ചടിച്ചൊരു മൂഡിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വരുന്നത്. IEDCൻ്റെ CEO ദിൽഷാദ് ക്ലാസ്സിലേക്ക് വന്ന്. അയച്ചാൽ ക്ലാസ് കയറാൻ വന്നതാണ്. ക്ലാസ്സിലങ്ങനെ കയറിയില്ല. അപ്പോൾ അങ്ങനെ ക്ലാസ്സിലേക്ക് വന്ന് എന്നെ വിളിച്ചാണ്ട് പറഞ്ഞ് IEDCൻ്റെ പരിപാടി ഉണ്ട്, എൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പോയി വീഡിയോ എടുത്ത്. പിറ്റേ ദിവസം അതേമാതിരി എന്നെ ഒന്ന് വിളിച്ച്. പിറ്റേ ദിവസം പോയി. പിന്നെ മൂന്നാമത്തെ ദിവസം എന്നോട് പറയണേ എന്നെ IEDC എടുത്തത് ഇതാണ് മീഡിയ ലീഡ്, ഈ വീഡിയോസൊക്കെ ഇതാണ് നോക്കേണ്ടി പറഞ്ഞത്, മാർക്കറ്റിംഗ് ഒക്കെ. അങ്ങനെയാണ് IEDC കയറുന്നത്. പിന്നെ IEDC കയറിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഒക്കെ എന്താണ്? ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സംസാരിക്കാൻ പറ്റുക, വീഡിയോ കുറേ എടുക്കാൻ പറ്റി, സ്കിൽ ഡെവലപ്പായി, ആൾക്കാരെ പരിചയപ്പെട്ടു, അങ്ങനെയൊക്കെ പറയും. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് അറ്റൻഡൻസ്, ഫ്രീ അറ്റൻഡൻസ്. പിന്നെ പുതിയ കുറേ ഫ്രണ്ട്സിന് കിട്ടി, ഒരു ഫാമിലി പോലെയാണ് IEDC. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഞങ്ങൾ, സ്പൈസ് ടിന്ന് പറഞ്ഞാൽ. അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ കുറേ വീഡിയോസ് എടുത്ത് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അതൊക്കെ തന്നെ. Happy to be with you. Thank you.